നിങ്ങൾ ജിമ്മിലൊക്കെ പോയി നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ നിങ്ങളെ ജിമ്മിലെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നിങ്ങളുടെ മിക്ക ഫ്രണ്ട്സും ഫാമിലിയും ഇല്ലെങ്കിൽ ഇവരൊന്നും നിങ്ങൾക്ക് സപ്പോർട്ട് തരാറുണ്ടായിരിക്കില്ല. അവര് സപ്പോർട്ട് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, അവര് ചെയ്യുന്ന തെറ്റുകളെ നിങ്ങൾ അവരെ ഓർപ്പിക്കുകയാണ്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പിന്നെയും പിന്നെയും നിങ്ങൾ അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ കൺസിസ്റ്റൻസിയും നിങ്ങളുടെ ഡിസിപ്ലിനൊക്കെ അവരും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് അത് കഴിയുന്നില്ല. അതിൽ അവർക്ക് ദേഷ്യം കയറിയിട്ട് അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വളരെ നല്ല കാര്യമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്കറിയില്ല, നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ ജിമ്മിൽ പോയി തുടങ്ങുന്നതും ഒരാൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നതും ഒരാൾ നല്ല ജീവിത ശൈലിയിലേക്ക് മാറുന്നതൊക്കെ. കാരണം എത്രയോ ആളുകൾ കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചിട്ടൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അപ്പോൾ അതുപോലത്തെ തെറ്റൊന്നും ജിമ്മിൽ പോകുന്നവർ ചെയ്യുന്നില്ലല്ലോ. ഒരാളെ നല്ല ജീവിത ശൈലിയിലേക്ക് കടക്കാനായി പ്രേരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, സ്ഥിരമായിട്ട് നിങ്ങളെ വീഡിയോകൾ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ ജിമ്മിലെ ചങ്കുകൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും.